Hi everyone. Today we are going to discuss about the previous year's question paper discussion related to employment growth, informalization, other issues. ഈ ചാപ്റ്ററുമായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ പറയാം. വർക്ക് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്ന ഭാഗമുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100 എന്ന് പറയുന്ന ഭാഗം. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഭാഗം. അതിൽ കാഷ്വൽ ജോബ്സ്, സെൽഫ് എംപ്ലോയിഡ്, റെഗുലർ സാലറീഡ് വർക്കേഴ്സ് തുടങ്ങിയ മേഖലകളുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്ഷ്യറി സെക്ടറിൽ ഓരോ സെക്ടറിലുള്ള എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ആരൊക്കെ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു എന്നുള്ള ഭാഗം, ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് എൻ എക്കോണമി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി വർക്കേഴ്സ്, സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്, ഹയേർഡ് വർക്കേഴ്സ്, ദെൻ റെഗുലർ സാലറീഡ് വർക്കേഴ്സ് തുടങ്ങിയ ഭാഗം. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് വരുന്നത് ഇൻഫോർമലൈസേഷൻ അതർ ഇഷ്യൂസ് എന്ന് പറയുന്നതാണ്. ഫോർമൽ സെക്ടറിലും ഇൻഫോർമൽ സെക്ടറിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദെൻ എംപ്ലോയ്മെൻറ്റ് ഇൻ ഫാക്ടറീസ്, ഫേം ആൻഡ് ഫാക്ടറി, ഫേമുകളിലും ഫാക്ടറീസിലും ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം. നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ് അൺഎംപ്ലോയ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അതിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു 5 മാർക്കോ 3 മാർക്കിനൊക്കെ ചോദ്യം വരാവുന്നതാണ്. നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ മാർച്ച് 2019 വന്നിട്ടുള്ള ചോദ്യം നോക്കാം. ദ വർക്കർ ഇൻ ഇൻഫോർമൽ സെക്ടർ ഹാവ് സോ മെനി ലിമിറ്റേഷൻസ് കമ്പയർഡ് ടു ദി ഫോർമൽ സെക്ടർ. പോയിൻ്റ് ഔട്ട് എനി 4 ഓഫ് ദം. ഇപ്പോൾ ഇവിടെ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരേക്കാൾ കുറേ ബുദ്ധിമുട്ടുകളും പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റുകൾ എഴുതുക എന്നതാണ്. ദി വർക്കേഴ്സ് ആൻഡ് എൻ്റർപ്രൈസസ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ, ഫോർമൽ സെക്ടർ അല്ല, ഇൻഫോർമൽ സെക്ടറിൽ അവർക്ക് എന്ത് ലഭിക്കുന്നില്ല? റെഗുലർ ഇൻകം അല്ലെങ്കിൽ റെഗുലർ സാലറി ലഭിക്കുന്നില്ല. ദെൻ സെക്കൻഡ് പോയിന്റ്, they do not have any protection or regulation from government. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളൊന്നും ഇവർ ഉൾപ്പെടാറില്ല. അതേപോലെ തന്നെ ഇവർക്ക് ലേബർ അല്ലെങ്കിൽ ലേബർ യൂണിയനോ ഉണ്ടാവണമെന്നില്ല. ദെൻ ഇവരെ സംരക്ഷിക്കാനായിട്ടുള്ള ലേബർ ലോസോ അല്ലെ തൊഴിൽ നിയമങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ദെൻ തേർഡ് പോയിന്റ്, വർക്കേഴ്സ് ആർ ഡിസ്മിസ്ഡ് വിത്തൗട്ട് എനി കോമ്പൻസേഷൻ. ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പിരിച്ചുവിടുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു കോമ്പൻസേഷനോ മറ്റൊരു രീതിയിലുള്ള ഒരു അലവൻസോ കാര്യങ്ങളൊന്നും നൽകാതെ പിരിച്ചുവിടുന്നത് ഇൻഫോർമൽ സെക്ടറിൽ കണ്ടിട്ടുണ്ട്. ടെക്നോളജി യൂസ്ഡ് ഇൻ ദി ഇൻഫോർമൽ സെക്ടർ എൻ്റർപ്രൈസസ് ഈസ് ഔട്ട്ഡേറ്റഡ്. ഇൻഫോർമൽ സെക്ടറിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താ? ഔട്ട്ഡേറ്റഡ് ആണ് അല്ലേ? കറൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസോ ടെക്നോളജിയോ ഒന്നല്ല, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴഞ്ചനായിട്ടുള്ള ടെക്നോളജികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റഗറൈസ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് അണ്ടർ ദ ഹെഡ്സ് ഓഫ് വേജ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. വേജ് എംപ്ലോയ്മെൻ്റ് എന്നും സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നുള്ള ഈ താഴെ തന്നിരിക്കുന്ന പ്രോഗ്രാംസിനെ മാറ്റുകയാണ്. REGP, NFWP, PMRY, MN അല്ലേ, മഹാത്മാഗാന്ധിജി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, തൊഴിലുറപ്പ് പദ്ധതി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. മാർച്ച് 2018 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും, നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോൾ വേജ് എംപ്ലോയ്മെൻറ്റിൽ NEWPയും അതേപോലെ മഹാത്മാഗാന്ധിജി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാംസും സ്കീമും. ദെൻ സെൽഫ് എംപ്ലോയിഡ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം REGP, PMRY ഇതൊക്കെ സെൽഫ് എംപ്ലോയിഡും NEWPയും. ദെൻ MGNREGS മഹാത്മാഗാന്ധിജി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഓർ ഗ്യാരണ്ടി പ്രോഗ്രാംസ് ഒക്കെ വേജ് എംപ്ലോയ്മെൻറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്കേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ മെനി വേസ്. One type of classification is casual wage worker and regular salaried worker. Cite 2 examples of them. അല്ലേ, വർക്കേഴ്സിനെ പല രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാഷ്വൽ വേജുകളുടെ വർക്കറുണ്ട്, റെഗുലർ സാലറി ലഭിക്കുന്ന വർക്കറുണ്ട്.
ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നാട്ടിൻപുറങ്ങളിലുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. ദെൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഹെഡ് ലോഡ് വർക്കേഴ്സ്, ദെൻ കൂലി വർക്കേഴ്സൊക്കെ കാഷ്വൽ വർക്കേഴ്സാണ്. ദെൻ റെഗുലറായിട്ട് സാലറി ലഭിക്കുന്ന ആൾക്കാരാണ് ചാർട്ടേഡ് അക്കൗണ്ട്, ടീച്ചേഴ്സ്, ഗവൺമെൻറ് സർവൻസൊക്കെ അതിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് പോപ്പുലേഷൻ റേഷ്യോ ഈസ് ഡാഷ് population divided by worker divided by population divided by worker into 100, worker divided by population into 100. അപ്പോൾ ഇതിൽ ഏതാണ്? വർക്ക് പോപ്പുലേഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു വർക്കർ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വർക്കർ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is not true? ചോദ്യം വായിക്കുമ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഇത് വായിക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. നോട്ട് ട്രൂ ആണ്. എബൌട്ട് ദ എംപ്ലോയ്മെൻറ്റ് സെക്ടർ ഇൻ ഇന്ത്യ, എംപ്ലോയ്മെൻറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ശരിയല്ലാത്ത, അല്ലേ, സത്യമല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ്? 93% ഓഫ് വർക്കേഴ്സ് ആർ ഇൻ ദി ഇൻഫോർമൽ സെക്ടർ, അത് ഇതാണ് കറക്റ്റായിട്ടുള്ളതാണ്. ദെൻ 50% ഓഫ് വർക്കേഴ്സ് ആർ സെൽഫ് എംപ്ലോയിഡ്, അതും വളരെ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഡിസ്ഗൈസ്ഡ് ആൻഡ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഇന്ത്യൻ ഫാം സെക്ടർ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റും സീസണൽ അൺഎംപ്ലോയ്മെൻറ്റും ഇന്ത്യയുടെ ഫാം സെക്ടർ, അഗ്രികൾച്ചർ സെക്ടറിലാണുള്ളത്, അതും ശരിയാണ്. ഡ്യൂറിങ് 1972-2010 there was a movement of workers from casual wage to self employment. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനെ സത്യമല്ലാത്ത അല്ലെങ്കിൽ നോട്ട് ട്രൂ എന്നുള്ള രീതിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. ആൻസർ നോക്കാം. ആൻസർ, ഡ്യൂറിങ് ദി 1972 and 2010 there was a movement of workers from casual wage to self employment. അപ്പോൾ ഇതാണ് അതിന് ഗ്രൂപ്പിൽ പെടാത്തത്. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ സെക്ടർ വർക്കേഴ്സ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സ്, മാർച്ച് 2016 വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടത് ഒന്ന് ശ്രദ്ധിക്കണം. ഇൻഫോർമൽ സെക്ടറിലും ഫോർമൽ സെക്ടറിൽ നമ്മൾ പറഞ്ഞു റെഗുലർ സാലറി ലഭിക്കുന്ന ആൾക്കാർ, ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് നോക്കാം. ഫോർമൽ സെക്ടേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്മെന്റ് വിത്ത് മോർ ദാൻ 10 വർക്കേഴ്സ്, they have high salary, they have social security measures, they have stable employment, etc. അപ്പോൾ ഫോർമൽ സെക്ടറിൽ ഏകദേശം 10 അതിലധികം കൂടുതലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയ്ക്കെങ്കിലും അതിൽ തന്നെ ഫോർമൽ സെക്ടർ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർമൽ സെക്ടർ ആണെങ്കിൽ 10 അതിൽ കൂടുതലുള്ള ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്ന, റെഗുലർ സാലറി ലഭിക്കുന്ന, പ്രൊട്ടക്ഷനുള്ള, സ്റ്റേബിൾ എംപ്ലോയ്മെൻ്റ് ഉള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ലഭിക്കുന്ന ആൾക്കാരൊക്കെ ഫോർമൽ സെക്ടറാണ്. വൈൽ ഇൻ ഇൻഫോർമൽ സെക്ടർ ആർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലെസ് ദാൻ 10 വർക്ക്, 10 താഴേക്കുള്ള സ്ഥാപനങ്ങൾ എന്തൊക്കെ ഉള്ളതായിരിക്കും, ജോലിക്കാരൊക്കെ ഉള്ള ഗ്രൂപ്പായിരിക്കും ഇൻഫോർമൽ സെക്ടർ വരിക. ഇവർക്ക് ലോ വേജസ് ആണ്, നോ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്, നോട്ട് സ്റ്റേബിൾ എംപ്ലോയ്മെൻറ്റ് ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും പറഞ്ഞു കഴിഞ്ഞു. The next question, looking at the following example, categorize them into formal sector workers and informal sector workers, March 2015. അപ്പോൾ ഇതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യനായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്ത്, എ ടീച്ചർ ടേക്കിംഗ് ക്ലാസ് ഇൻ എ സ്കൂൾ, ഏതാ? ഫോർമൽ സെക്ടറിലുള്ള ജോബാണ്. എ ഹെഡ് ലോഡ് വർക്കർ ക്യാരിങ് എ ബാഗ് ഓഫ് സിമെൻറ്റ് ഓൺ ഹിസ് ബാക്ക് ഇൻ എ മാർക്കറ്റ്, ഇത് ഇൻഫോർമൽ സെക്ടറാണ്. എ ഡോക്ടർ ഇൻ എ ഹോസ്പിറ്റൽ ട്രീറ്റിംഗ് എ പേഴ്സൺ, ഫോർമൽ സെക്ടർ ജോബാണ്. എ ഡെയിലി വേജ് ലേബർ വർക്കിംഗ് അണ്ടർ എ കോൺട്രാക്ടർ, അത് എന്താണ്? അൺഓർഗനൈസ്ഡ് ആണ്. എ ഹാൻഡ്ലൂം വീവർ വർക്കിംഗ് ഇൻ ഹെർ ഹൗസ്, അതെന്താ? അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. എ നേഴ്സ് ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഫോർമൽ സെക്ടറാണ്. അപ്പോൾ ഫോർമൽ സെക്ടർ വർക്കേഴ്സിൻ്റെ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ടീച്ചർ ടേക്കിംഗ് ക്ലാസ് ഇൻ എ സ്കൂൾ, എ ഡോക്ടർ ഇൻ എ ഹോസ്പിറ്റൽ ട്രീറ്റിംഗ് എ പേഷ്യൻ, നേഴ്സ് ഇൻ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇൻഫോർമൽ സെക്ടറിൽ
a head load worker is carrying a bag of cement in his back in a market, daily wage labor working under a contractor, a handloom weaver working in her house തുടങ്ങിയവ ഇത് ഇൻഫോർമൽ സെക്ടറിലാണ്. Then 21 question, distinguish between formal sector workers and informal sector workers. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Then the next question, it is known fact that farm sector in India is overcrowded and increasing labor force need to find alternative livelihood options. ഇന്ത്യൻ കാർഷിക മേഖല അമിത തൊഴിലാളികൾ വീർപ്പുമുട്ടുകയാണ്. വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേനയ്ക്ക് ഉപജീവനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏത് മാർഗങ്ങൾ? അപ്പോൾ നമുക്ക് ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് പലതും ഉണ്ട്. ഇന്നിപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ ഓവർ ക്രൗഡഡ് ആണ്. പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഓവർ ക്രൗഡഡ് ഒന്നുമല്ല. അഗ്രികൾച്ചർ മേഖലയിൽ ഓവർ ക്രൗഡഡ് ഒന്നും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലില്ല. കാരണം അഗ്രികൾച്ചർ മേഖലയിലേക്ക് ആൾക്കാർ പോകുന്നത് ഇന്ന് കുറവാണ്. അപ്പോൾ മറ്റു ഓപ്ഷൻസ് ഏതൊക്കെ നോക്കുക? സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ദെൻ ഇൻഡസ്ട്രിയൽ ജോബ്സ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് വർക്ക്. ഇത് മാത്രമല്ല, മറ്റ് സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ ഷോപ്പുകൾ നടത്താം, നമ്മളതേപോലെ തന്നെ അക്ഷയ സെൻറ്ററുകൾ നടത്താം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രദീപ് ഈസ് ദ ഓണർ ഓഫ് എ ടെക്സ്റ്റൈൽ ഷോപ്പ് ഇൻ എ സിറ്റി. Madhu is a loading worker in a wholesale vegetable shop. Distinguish between the type of employment mentioned here. ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ആൻസർ, സെൽഫ് എംപ്ലോയ്ഡ് വർക്കർ ആൻഡ് കാഷ്വൽ വേജ് ലേബർ ആർ മെൻഷൻഡ് ഹിയർ. ഇവിടെ രണ്ട് ജോബ് നേരത്തെ പറഞ്ഞു. ആ രണ്ട് ജോബ്, ഒന്ന് കാഷ്വൽ വേജ് ലേബറിനെ കുറിച്ചും രണ്ടാമത് സെൽഫ് എംപ്ലോയ്ഡ് വർക്കറിനെ കുറിച്ചാണ് പറഞ്ഞത്. ദ വർക്കർ ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ആൻ എന്റർപ്രൈസസ് ടു ഏൺ ദെയർ ലൈവ്ലിഹുഡ് ഈസ് നോൺ ആസ് സെൽഫ് എംപ്ലോയ്ഡ്. ദെൻ ഓൺ ദി അതർ ഹാൻഡ് ദ വർക്കേഴ്സ് ആർ കോൾഡ് കാഷ്വൽ വേജ് ലേബറേഴ്സ്. അതല്ലാതെ മറ്റുള്ള ജോലികളൊക്കെ എന്താണ്? കാഷ്വൽ ജോബ്സ് ആണ്. അയാളുടെ ജീവിതമാർഗത്തിന് വേണ്ടി സ്വയം തൊഴിൽ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? സെൽഫ് എംപ്ലോയ്ഡ് വർക്കർ എന്ന് പറയാം. മറ്റൊരാളുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് മാനുവൽ ജോബ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാഷ്വൽ ലേബറേഴ്സ് എന്നുള്ള രീതിയിൽ പറയുന്നു. ദെൻ ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഈസ് 85 crores. എമംഗ് ദം 65 crores ആർ വർക്കേഴ്സ്. ഫൈൻഡ് ഔട്ട് വർക്ക് പോപ്പുലേഷൻ റേഷ്യോ ഓഫ് ദാറ്റ് കൺട്രി. ഈസിയാണ്. വർക്ക് പോപ്പുലേഷൻ റേഷ്യോ മീൻസ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. അപ്പോൾ എന്ത് വരുന്നു? 65 ഡിവൈഡഡ് ബൈ 85 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 76.47 ആണ് വർക്ക് പോപ്പുലേഷൻ റേഷ്യോ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ വർക്കേഴ്സ് ആർ എംപ്ലോയ്ഡ് ഇൻ ഫോർമൽ സെക്ടർ ആൻഡ് ഇൻഫോർമൽ സെക്ടർ. ഈസ് ഇറ്റ് നെസസറി ടു ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഫോർമൽ സെക്ടർ റാദർ ദാൻ ഇൻ ദ ഇൻഫോർമൽ സെക്ടർ? ഗിവ് റീസൺ. മാർച്ച് 2009 വന്നിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ആൻസർ എന്താ നോക്കാം. ഇറ്റ് ഈസ് നെസസറി ടു ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഫോർമൽ സെക്ടർ. ദ റീസൺ ആർ, ഫോർമൽ സെക്ടറിൽ നല്ല ജോലി അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുള്ള കാരണങ്ങൾ, ഇറ്റ് ഈസ് നെസസറി ടു ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഫോർമൽ സെക്ടർ. ദ റീസൺ ആർ ആക്സെപ്റ്റൻസ് ഓഫ് ലേബർ ലോസ്, അല്ലേ? ലേബർ ലോസ് ഒക്കെ അനുസരിച്ച് കൊണ്ടായിരിക്കും ഈ ഫോർമൽ സെക്ടറിലുള്ളത്. ഫോർമേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിന് കഴിയുന്നുണ്ട്. ദെൻ മിനിമം വേജ് ഫിക്സേഷൻ, ലേബറേഴ്സിന് മിനിമം വേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഹൈ ലെവൽ ഓഫ് മോണിറ്ററി ഗെയിൻസ്. അപ്പോൾ ഇവിടെ ഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്നുവെങ്കിൽ റെഗുലർ സാലറി ലഭിക്കാനും സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ലഭിക്കാനും എക്സ്പ്ലോയിറ്റേഷൻ ചെറുക്കാനും ട്രേഡ് യൂണിയൻസിൽ അംഗമാകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇൻഫോർമൽ സെക്ടറിലാണെങ്കിൽ ചിലപ്പോൾ സാലറി വളരെ കുറവായിരിക്കും, എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം, നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും ലഭിക്കണമെന്നില്ല, യൂണിയനിൽ പ്രവർത്തിക്കാൻ ചിലപ്പോൾ അംഗത്തെ ലഭിക്കണമെന്നില്ല, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഒന്നും കൂടി പറയാം. നമുക്ക്
ശ്രദ്ധിക്കേണ്ടത് വർക്ക് പോപ്പുലേഷൻ റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത ഏരിയയിലേക്ക് വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഹയേർഡ് വർക്കേഴ്സ്, കാഷ്വൽ വർക്കേഴ്സ് അല്ലേ, കാഷ്വൽ ജോബ്സ്, റെഗുലർ സാലറി ലഭിക്കുന്ന ആൾക്കാർ, അങ്ങനെ തരംതിരിക്കുന്നുണ്ട്. ദെൻ വർക്കേഴ്സ് ഇൻ ദ ഫേം ആൻഡ് ഫാക്ടറീസ് എന്നുള്ളതുണ്ട്. ദെൻ ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ ഓർ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണെന്നുള്ളതുണ്ട്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതിൽ സീസൺ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഡിസ്കേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് അല്ലേ. എ പേഴ്സൺ ഈസ് റെഡി ടു ഡു എനി വർക്ക് അല്ലേ, മെൻ്റലി ഓർ ഫിസിക്കലി, ബട്ട് he does not get the job opportunity. It is known as the unemployment. ആ അൺഎംപ്ലോയ്മെൻറ്റ് തന്നെ നമ്മൾ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന അൺഎംപ്ലോയ്മെൻ്റ് ആണ് അത്. ദെൻ സീസൺ അൺഎംപ്ലോയ്മെൻറ്റ്, സീസൺ അനുസരിച്ച് കൊണ്ടുവരുന്ന അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ദെൻ ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ടെക്നോളജി, ഡ്യൂ ടു ദ ന്യൂ ഇന്നോവേഷൻസ് സം ഓഫ് ദ പീപ്പിൾസ് ആർ അൺഎംപ്ലോയ്ഡ് അല്ലേ. ചില കമ്പ്യൂട്ടർ വന്നതോടുകൂടി കമ്പ്യൂട്ടർ അറിയാത്ത പല ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സിസ്റ്റം വരുമ്പോൾ കുറേ ആൾക്കാർ അതിനെ എതിർത്തിരുന്നു. അപ്പോൾ എതിർക്കാനുള്ള കാരണം കമ്പ്യൂട്ടർ വന്നതോടുകൂടി കുറേ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ പഠിച്ച ധാരാളം ആൾക്കാർ വരുന്നു, അവർക്കൊക്കെ ജോലി സാധ്യതകൾ കൂടി എന്നുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ എഴുതാം. ഓക്കെ, താങ്ക് യു.